നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വാട്ട് എ പ്ലെയർ. ഹുലിൻ ആൽവരസിനെ കുറിച്ച് എന്ത് പറഞ്ഞാലാണ് മതിയാവുക? ഹുലിൻ ആൽവരസ് മാജിക്, അതാണ് നമ്മൾ കണ്ടത്. ആ ഫ്രീ കിക്ക്, ടോപ്പ് ക്ലാസ്, വേൾഡ് ക്ലാസ് ഫ്രീ കിക്ക്, അതിമനോഹരമായിട്ട് അദ്ദേഹം റയലിൻ്റെ ആ ഒരു വാളിനെ മറികടന്ന് ഗോൾ കീപ്പറെ നിഷ്പ്രഭനാക്കി പന്ത് വലയിലേക്ക് എത്തിച്ചു. ബ്രൈസാണ് ഹുലിയൻ്റെ ബൂട്ടിൽ നിന്ന് പിറന്നത്. കഴിഞ്ഞ കളിയിൽ ഹാട്രിക് ഉണ്ടായിരുന്നു, ഇവിടെ ഇതാ ബ്രൈസ് പിറക്കുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ഫോർവേഡ് ഇന്ന് ആരാണെന്ന് ചോദിച്ചാൽ ആ ലിസ്റ്റിൽ തലപ്പത്തുണ്ട് ഹുലിൻ ആൽവരസ്. ഇനി അതുമാത്രമല്ല, ഹുലിയൻ്റെ പ്രകടനം മാത്രമല്ല, 5-2 റയൽ മാഡ്രിഡിനെ മെട്രോപൊളിറ്റനോയിലിട്ട് പിച്ച് ചീന്തിയിരിക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഡെർബി ശരിക്കും ഒരു നരകമായി മാറി സാബി അലോൺസോയുടെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റില്ല. ഇപ്പോൾ ഹുലിൻ ആൽവരസിൻ്റെ ഇരട്ട ഗോളുകൾ കൂടാതെ സോർലോത്തിൻ്റെ ഗോൾ ഉണ്ടായിരുന്നു, ഗ്രീസിയുടെ ഗോൾ ഉണ്ടായിരുന്നു, ലെനോർമൻഡിൻ്റെ ഗോൾ ഉണ്ടായിരുന്നു അത്ലറ്റിക്കോക്കായിട്ട്. മറുഭാഗത്ത് കിലിയൻ എംബാപ്പയും ആർദ ഗ്യൂളറുമാണ് റയലിൻ്റെ ഗോളുകൾ കണ്ടെത്തിയത്. റയൽ ഒരു ഘട്ടത്തിൽ ലീഡ് എടുത്തതാ, എന്നിട്ടാണ് ഇമ്മാതിരി പണിയങ്ങ് തിരികെ വാങ്ങി വെച്ചത്. കളിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹുലിൻ ആൽവരസും സോർലോത്തും ജിയോ സിമിയോണിയും നിക്കോ ഗോൺസാൽസും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് കിലിയൻ എംബാപ്പെ, ആർദ ഗ്യൂളർ, ജൂഡ് ബെല്ലിംഗാം, വിനി ജൂനിയർ എന്നീ വമ്പന്മാരെയൊക്കെ അണിനിർത്തിക്കൊണ്ടാണ് സാബി അലോൺസോ തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. മാഡ്രിഡ് ഡെർബിയാണ്, വലിയ ആവേശം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിനൊത്തൊരു പോരാട്ടം തന്നെയായിരുന്നു. എന്നാൽ 14-ാമത്തെ മിനിറ്റിൽ തന്നെ ലീഡ് പിടിച്ചു അത്ലറ്റിക്കോ മാഡ്രിഡ്. ജിയോ സിമിയോണിയുടെ അസിസ്റ്റിൽ നിന്ന് ലെനോർമൻഡിൻ്റെ ഗോൾ പിറക്കുന്നു. എന്നാൽ 25-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പെ ഗോൾ മടക്കി. ആർദ ഗ്യൂളറിൻ്റെ അസിസ്റ്റിൽ നിന്ന് എംബാപ്പയുടെ ഗോൾ പിറക്കുന്നു. മത്സരം 1-1. പിന്നാലെ 36-ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയറുടെ ഒരു ടോപ്പ് ക്ലാസ് കിടിലൻ അസിസ്റ്റ് വരുന്നു. ആർദ ഗ്യൂളറിൻ്റെ ഗോൾ പിറക്കുന്നു. വിനി തുടക്കം മുതൽ അത്ലറ്റിക്കോമാരുടെ ആരാധകരുടെ കൂവി വിളിക്കലിന് പാത്രമാവുകയായിരുന്നു. അതിനുള്ള ചുട്ട മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ അസിസ്റ്റ് എന്ന് പറയണം. മികച്ചൊരു അസിസ്റ്റാണ്, മികച്ച രൂപത്തിലാണ് ഗോൾ കൊടുത്തത്. അത് ഗ്യൂളർ വലയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ 36-ാമത്തെ മിനിറ്റിൽ 2-1 റയൽ മുന്നിൽ. ആ ലീഡെടുത്ത റയലാ പിന്നെ പൊട്ടി തകരുന്നത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് സ്വർലത്തിലൂടെ ആ ഗോൾ മടക്കി അത്ലറ്റിക്കോ. കളി 2-2 സമനില ബാക്കി. കളി കിടന്നത് രണ്ടാം പകുതിയിലാണ്. 51-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ഹുലിൻ ആൽവരസ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വക ആ ഒരു സൂപ്പർ ഫ്രീ കിക്ക് പിറക്കുന്നു. 63-ാമത്തെ മിനിറ്റിൽ ആ ഫ്രീ കിക്ക് ഗോളിലൂടെ 4-2 ലീഡിലേക്ക് അവർ കടന്നുപോയി. റയൽ തിരികെ അടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ഫലവത്താവുന്നില്ല. അവസാനം ഇഞ്ചുറി ടൈമിൽ ആന്റോയിൻ ഗ്രീസ്മാന്റെ ഗോൾ കൂടി വന്നപ്പോൾ 5-2 സൂപ്പർ കിടിലൻ വിജയമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കുന്നത്. റയലിന്റെ അപരാജിത കുതിപ്പിനിതാ ഇവിടെ തിരശീല വീഴുന്നു. 7 കളികൾ 18 പോയിന്റുമായിട്ട് അവർ അവിടെ നിൽക്കുകയാണ്. 1-ാം സ്ഥാനത്ത് തന്നെയാണ്. പക്ഷേ നാളെ FC ബാഴ്സലോണക്ക് അവരുടെ കളി വിജയിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ബാഴ്സക്ക് 1-ാം സ്ഥാനം പിടിക്കാൻ പറ്റുമെന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. അത്ലറ്റിക്കോ മുന്നോട്ട് കയറിയിട്ടുണ്ട്. 7 കളി 12 പോയിന്റ്. അവരിപ്പോൾ 4-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.